ഡൽഹി മുഖ്യമന്ത്രിയായി BJP നേതാവ് രേഖ ഗുപ്തയെ തീരുമാനിച്ചിരിക്കുന്നു. BJP ഉന്നത നേതൃയോഗമാണ് അവരെ നേതാവായി തെരഞ്ഞെടുത്തത്. തുടർന്ന് പാർട്ടിയുടെ നിയമസഭാ കക്ഷി യോഗം അവരെ നേതാവായിട്ട് ഔദ്യോഗികമായിട്ട് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇതോടുകൂടി ഡൽഹിയിലെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിട്ടാണ് രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആദ്യം സുഷമ സ്വരാജും പിന്നീട് ഷീല ദീക്ഷിതും പിന്നീട് കേജ്രിവാളിന് ശേഷം അദ്ദേഹത്തിന്റെ രാജിക്ക് ശേഷം കുറച്ചുനാൾ അതിഷിയും ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിച്ചിരുന്ന മഹിളകളാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള BJP മുഖ്യമന്ത്രിമാരിൽ ഏക മഹിളയാണ് രേഖ ഗുപ്ത. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തവണ ഡൽഹിയിൽ BJPയുടെ മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യാൻ കോൺഗ്രസും മറ്റൊരു പ്രതിപക്ഷമായ ആം ആദ്മി പാർട്ടിയും തയ്യാറായിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ രേഖ ഗുപ്തയെ സ്വാഗതം ചെയ്തു. അതുപോലെ നിലവിലുള്ള പുറത്തു പോകുന്ന മുഖ്യമന്ത്രി അതിഷിയും രേഖ ഗുപ്തയെ സ്വാഗതം ചെയ്തു. അതോടൊപ്പം രേഖ ഗുപ്തയെ സ്വാഗതം ചെയ്ത് പോസ്റ്റിട്ട ഒരാൾ അൽക്ക ലെംബയാണ്. അൽക്ക ലെംബ കോൺഗ്രസിന്റെ മഹിളാ വിഭാഗമായ മഹിളാ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷയാണ്. മഹിളാ കോൺഗ്രസ് നേതാവായ അൽക്ക ലെംബയ്ക്ക് പറയാൻ മറ്റൊരു കഥ കൂടിയുണ്ട്. കാരണം രേഖ ഗുപ്തയെ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുക്കുന്ന സമയത്ത് അവരോർത്തത് അവരൊരു പഴയ ചിത്രത്തിലേക്ക് പോവുകയാണ്. അവരുടെ കൈവശമുണ്ടായിരുന്ന 1995 അവർ ഡൽഹി യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് അത് ആ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ പടം അവരുടെ കൈവശമുണ്ടായിരുന്നു. 1995 അതായത് 30 വർഷം മുമ്പുള്ള ഒരു ചിത്രം. അന്ന് അൽക്ക ലെംബയായിരുന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ. അവർ NSU നേതാവായിരുന്നു, കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ നേതാവായിരുന്നു. അതേ സമയത്ത് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇപ്പോൾ മുഖ്യമന്ത്രിയായ രേഖ ഗുപ്തയായിരുന്നു. രേഖ ഗുപ്ത ABVPയുടെ നേതാവായിരുന്നു. അപ്പൊ ABVP ജനറൽ സെക്രട്ടറിയും കോൺഗ്രസിന് NSUവിന് പ്രസിഡന്റ് സ്ഥാനമാണ് കിട്ടിയത്. അടുത്ത വർഷം 1995-96 ഇവർ ജനറൽ സെക്രട്ടറി ആവുന്നത്. രേഖ ഗുപ്ത 96-97, അതായത് 96 രേഖ ഗുപ്ത ഡുസുവിന്റെ ഡൽഹി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയന്റെ ചെയർപേഴ്സൺ ആവുകയാണ്. ഈ ഒരു കാലഘട്ടം, ഒരു വർഷം തങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ കാര്യങ്ങൾ ഓർക്കുകയാണ് അൽക്ക ലെംബ ചെയ്യുന്നത്. രേഖ ഗുപ്തയുമായി ഒരുമിച്ച് പ്രവർത്തിച്ച കാലഘട്ടത്തെക്കുറിച്ച് അൽക്ക ലെംബ പറയുന്നുണ്ട്. കാരണം അൽക്ക ലെംബ പറയുന്നു താൻ ഒരു ഗാന്ധിയനാണ്, അവർ കോൺഗ്രസ്സുകാരിയാണ്, അതുകൊണ്ട് അവർ ഗാന്ധിയനാണെന്ന് പറയുന്നു. അതേ സമയത്ത് തന്നെ അടിയുറച്ച RSSകാരിയായിരുന്നു രേഖ ഗുപ്ത എന്ന് പറയുന്നു. രണ്ടുപേരും ആശയപരമായ രണ്ട് ധ്രുവങ്ങളിലായിരുന്നെങ്കിലും രണ്ടുപേരും പൊതുപ്രവർത്തനത്തിൽ വളരെ സജീവമായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതിൽ രണ്ടുപേരും മുൻപന്തിയിൽ നിന്നിരുന്നു എന്ന കാര്യവും അൽക്ക ലെംബ എടുത്തു പറയുന്നുണ്ട്. അൽക്ക ലെംബയെ സംബന്ധിച്ചിടത്തോളം അവർ 1997 തന്നെ, അതായത് അവർക്ക് ഏതാണ്ട് 23 വയസ്സ് 24 വയസ്സുള്ള സമയത്ത് തന്നെ അവർ NSUവിന്റെ ദേശീയ പ്രസിഡന്റ്, അതായത് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ ദേശീയ അധ്യക്ഷയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പിന്നീട് അവർ മഹിളാ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി. 2014 അൽക്ക ലെംബ ഡൽഹിയിൽ അറിയപ്പെടുന്ന നേതാവാണ്. അവർ ആം ആദ്മി പാർട്ടിയിൽ ചേരുകയാണ്. കോൺഗ്രസിന്റെ നേതൃപദവിയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയിൽ ചേരുന്നു. അവർ ചാന്ദിനി ചൗക്കിൽ നിന്ന് ആം ആദ്മി പാർട്ടിയുടെ MLA ആയിട്ട് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു 2015. പക്ഷെ പിന്നീട് 2019 അവർ വീണ്ടും തിരികെ കോൺഗ്രസിലേക്ക് വരികയാണ്. 2020-ലും 2025-ലും അവർ നിയമസഭയിലേക്ക് മത്സരിച്ചു. 2015 ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ചാന്ദിനി ചൗക്കിൽ നിന്ന് മത്സരിക്കുന്ന സമയത്ത് അവർക്ക് 55%-ലധികം വോട്ട് കിട്ടിയിരുന്നു. പക്ഷേ 2020 ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച സമയത്ത് അവർക്ക് 5% വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ. ഇത്തവണ വീണ്ടും മത്സരിച്ച സമയത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അവർക്ക് 4.5% വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ. അവരുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു എന്നർത്ഥം. എന്തു തന്നെ ആയാലും രേഖ ഗുപ്തയെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സ്വാഗതം ചെയ്യാൻ അൽക്ക ലെംബ തയ്യാറായിരിക്കുകയാണ്. അത് കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുടെ ഒരു പ്രതിഫലനം കൂടിയാണ്. കാരണം അൽക്ക ലെംബയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തു നോക്കിയാൽ ഇന്നലെ ഛത്രപതി ശിവാജിയുടെ ജന്മദിനമായിരുന്നു. ആ ഛത്രപതി ശിവാജിയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ചിത്രം അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു ചിത്രം നമുക്ക് കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും ഇപ്പോൾ സ്വാഭാവികമായിട്ടും അൽക്ക ലെംബയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സംശയം തോന്നാം. കാരണം ശിവജി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിന് വേണ്ടി, മറാഠ സാമ്രാജ്യത്തിന് വേണ്ടിയിട്ട് മുഗളന്മാർക്കെതിരായിട്ട്, ഔറംഗസേബിനെതിരായിട്ട് പോരാടിയ ഒരു വ്യക്തിത്വമാണ് ശിവജി. ആ ശിവജിയുടെ ഫോട്ടോ വെക്കുന്ന
കോൺഗ്രസ് കേരളത്തിലെത്തുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ഒരു പക്ഷേ ഔറംഗസേബിന്റെ പടമായിരിക്കും വെക്കുക. കാരണം ശിവജിയുടെ പടം വെക്കാനുള്ള ഒരു ധൈര്യം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ്. എന്തു തന്നെ ആയാലും ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും BJP നേതൃസ്ഥാനത്തേക്ക് ഒരു വനിത വന്നു. ഒരു പുതിയ മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യാനും അവരോട് സഹകരിക്കുമെന്ന്, അവർ ഡൽഹിയിലെ വികസന പ്രവർത്തനങ്ങൾ അവരുമായിട്ട് സഹകരിക്കുമെന്നും പറയാനാണ് ഡൽഹിയിലെ കോൺഗ്രസ്സുകാരും ആം ആദ്മി പാർട്ടിക്കാരും തയ്യാറായത് എന്നത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്.